വചനമേ നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ ആത്മാവിനാശ്വാസമേ. വചനം വചനം വചനം. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം. മാമ്രയുടെ ഓക്കുമരങ്ങൾക്ക് സമീപം കർത്താവ് അവന് പ്രത്യക്ഷനായി. ദിവസത്തിന് ചൂടേറിയപ്പോൾ അവൻ തന്റെ കൂടാരത്തിന്റെ വാതിൽക്കൽ ഇരിക്കുകയായിരുന്നു. അവൻ കണ്ണുകളുയർത്തി നോക്കിയപ്പോൾ ഇതാ 3 ആളുകൾ തനിക്കെതിരെ നിൽക്കുന്നു. അവരെ കണ്ട മാത്രയിൽ അവൻ അവരെ എതിരേൽക്കാൻ കൂടാരവാതിൽക്കൽ നിന്ന് ഓടിച്ചെന്ന് നിലം പറ്റി കുമ്പിട്ടു. അവൻ പറഞ്ഞു, യജമാനനെ, അങ്ങയുടെ ദൃഷ്ടികളിൽ ഞാൻ പ്രീതി കണ്ടെത്തിയെങ്കിൽ അങ്ങയുടെ ദാസനെ കടന്നു പോകരുതേ. കുറച്ചു വെള്ളം കൊണ്ടുവരട്ടെ. നിങ്ങളുടെ പാദങ്ങൾ കഴുകി മരച്ചുവട്ടിൽ വിശ്രമിച്ചാലും. നിങ്ങളുടെ ഈ ദാസന്റെ അടുക്കൽ വന്ന നിലയ്ക്ക് ഞാൻ കുറച്ച് അപ്പം കൊണ്ടുവരാം. നിങ്ങളുടെ ഹൃദയം ഉന്മേഷമുള്ളതാക്കി യാത്ര തുടരാം. അവർ പറഞ്ഞു, നീ പറഞ്ഞതുപോലെ ചെയ്യുക. അബ്രാഹാം കൂടാരത്തിൽ സാറായുടെ അടുത്തേക്ക് കുതിച്ചു. അവൻ പറഞ്ഞു, വേഗം 3 സെയ നേരിയ മാവ് കുഴച്ച് അപ്പമുണ്ടാക്കുക. അബ്രാഹാം കാലിക്കൂട്ടത്തിലേക്ക് ഓടിച്ചെന്ന് ഇളയതും നല്ലതുമായ ഒരു കാലിക്കുട്ടിയെ പിടിച്ച് വേലക്കാരനെ ഏൽപ്പിച്ചു. ഉടനെ അയാൾ അത് പാകം ചെയ്യാൻ തുടങ്ങി. അവൻ വെണ്ണയും പാലും പാകം ചെയ്ത മാംസവും അവരുടെ മുമ്പിൽ വിളമ്പി. അവർ ഭക്ഷിച്ചു. അവനാകട്ടെ മരച്ചുവട്ടിൽ അവരുടെ സമീപം നിന്നു. അവർ അവനോട് ചോദിച്ചു, നിന്റെ ഭാര്യ സാറ എവിടെ? ഇതാ കൂടാരത്തിലുണ്ട്, അവൻ മറുപടി പറഞ്ഞു. അവിടുന്ന് പറഞ്ഞു, വസന്തകാലത്ത് ഞാൻ തീർച്ചയായും നിന്റെ അടുത്ത് മടങ്ങി വരും. അപ്പോൾ നിന്റെ ഭാര്യ സാറായ്ക്ക് ഒരു പുത്രനുണ്ടായിരിക്കും. അവന്റെ പുറകിലെ കൂടാരവാതിൽക്കൽ സാറ ഇത് കേൾക്കുന്നുണ്ടായിരുന്നു. അബ്രാഹവും സാറായും വൃദ്ധരും പ്രായം കവിഞ്ഞവരുമായിരുന്നു. സാറായ്ക്ക് സ്ത്രീകളുടെ മുറ നിലച്ചുപോയുമിരുന്നു. അതിനാൽ സാറ ചിരിക്കുകയും ഇപ്രകാരം ഉള്ളിൽ പറയുകയും ചെയ്തു, എല്ലാം കൊഴിഞ്ഞു തീർന്നപ്പോൾ എനിക്ക് ഇനിയും ദാമ്പത്യ സുഖമോ? എന്റെ ഭർത്താവോ വൃദ്ധൻ. കർത്താവ് അബ്രാഹത്തോട് ചോദിച്ചു, എന്തിനാണ് ഞാൻ വൃദ്ധയായിരിക്കുന്നു, വാസ്തവത്തിൽ ഞാൻ ഇനി പ്രസവിക്കുമോ എന്ന് ചോദിച്ചുകൊണ്ട് സാറ ചിരിക്കുന്നത്? കർത്താവിന് അസാധ്യമായി എന്തെങ്കിലും ഉണ്ടോ? നിശ്ചിത സമയത്ത് വസന്തകാലത്ത് ഞാൻ നിന്റെ അടുത്ത് മടങ്ങി വരും. അപ്പോൾ സാറായ്ക്ക് ഒരു പുത്രനുണ്ടായിരിക്കും. ഞാൻ ചിരിച്ചില്ല എന്ന് സാറ കള്ളം പറഞ്ഞു, എന്തെന്നാൽ അവൾ ഭയന്നിരുന്നു. അവിടുന്ന് പറഞ്ഞു, അല്ല, നീ ചിരിക്കുക തന്നെ ചെയ്തു. അനന്തരം ആ വ്യക്തികൾ അവിടെ നിന്ന് എഴുന്നേറ്റ് സോദോമിന് നേരെ താഴേക്ക് നോക്കി. അവരെ യാത്രയാക്കാൻ അബ്രാഹാം അവരോടൊപ്പം നടന്നു. കർത്താവ് ആത്മഗതം ചെയ്തു, ഞാൻ ചെയ്യാൻ പോകുന്നത് അബ്രാഹത്തിൽ നിന്ന് മറച്ചു വെക്കേണ്ടതുണ്ടോ? അബ്രാഹാം നിശ്ചയമായും മഹത്വവും ശക്തവുമായ ഒരു ജനതയായി തീരും. ഭൂമിയിലെ ജനതകളെല്ലാം അവനിലൂടെ അനുഗ്രഹിക്കപ്പെടും. ഞാൻ അവനെ തിരഞ്ഞെടുത്തിരിക്കുന്നത് അവൻ തന്റെ മക്കളെയും പിന്മുറക്കാരെയും അനുശാസിക്കാനും അതുവഴി അവർ നീതിയും ന്യായവും പ്രവർത്തിച്ച് കർത്താവിന്റെ മാർഗം പാലിക്കാനും, അങ്ങനെ കർത്താവ് അബ്രാഹത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളവ അവനിൽ പൂർത്തിയാക്കാനുമാണ്. കർത്താവ് പറഞ്ഞു, സോദോമിന്റെയും ഗൊമോറായുടെയും രോദനം തീവ്രവും അവരുടെ പാപം അതീവ ഗുരുതരവുമാണ്. അവർ പ്രവർത്തിച്ചിരിക്കുന്നതൊക്കെയും എന്റെ പക്കലെത്തിയ രോദനം പോലെ തന്നെയാണോ എന്ന് കാണാൻ ഞാൻ ഇറങ്ങിച്ചെല്ലട്ടെ. അങ്ങനെയല്ലെങ്കിൽ എനിക്കറിയാമല്ലോ. ആ വ്യക്തികൾ അവിടെ നിന്ന് തിരിഞ്ഞ് സോദോമിന് നേരെ നടന്നു. അബ്രാഹാം ആകട്ടെ അപ്പോഴും കർത്താവിന്റെ മുമ്പിൽ തന്നെ നിലകൊണ്ടു. അബ്രാഹാം അടുത്തു ചെന്ന് ചോദിച്ചു, ദുഷ്ടനോടൊപ്പം നീതിമാനെയും അങ്ങ് തുടച്ചു നീക്കുമോ? ആ നഗരത്തിനുള്ളിൽ 50 നീതിമാന്മാരുള്ള പക്ഷവും അങ്ങ് അതിനെ തുടച്ചു നീക്കുമോ? അവിടെയുള്ള ആ 50 നീതിമാന്മാരെ പ്രതി ആ പ്രദേശത്തോട് ക്ഷമിക്കില്ലേ? ദുഷ്ടനോടൊപ്പം നീതിമാനെയും സംഹരിക്കുക. ഇങ്ങനെയൊരു കാര്യം ചെയ്യുകയെന്നത് അങ്ങിൽ നിന്ന് അകന്നിരിക്കട്ടെ. നീതിമാനും ദുഷ്ടനും ഒന്നുപോലെ ആകുകയെന്നതും
അങ്ങിൽ നിന്ന് അകന്നിരിക്കട്ടെ. ഭൂമി മുഴുവന്റെയും വിധികർത്താവ് നീതി പ്രവർത്തിക്കാതിരിക്കുമോ? കർത്താവ് അരുൾ ചെയ്തു, സോദോമിൽ ആ നഗരത്തിനുള്ളിൽ 50 നീതിമാന്മാരെ ഞാൻ കണ്ടെത്തുന്ന പക്ഷം അവരെ പ്രതി ആ പ്രദേശത്തോട് മുഴുവൻ ക്ഷമിക്കും. അബ്രഹാം മറുപടിയായി പറഞ്ഞു, ഇതാ ഞാൻ എൻ്റെ നാഥനോട് സംസാരിക്കാൻ തുനിഞ്ഞല്ലോ. ഞാനാകട്ടെ പൊടിയും ചാരവും. ഒരുപക്ഷെ നീതിമാന്മാർ 50-ന് 5 കുറവ് വന്നാൽ ആ 5-നെ പ്രതി നഗരം മുഴുവൻ അങ്ങ് നശിപ്പിക്കുമോ? അവിടുന്ന് അരുൾ ചെയ്തു, 45 പേരെ ഞാൻ അവിടെ കണ്ടെത്തുകയാണെങ്കിൽ നശിപ്പിക്കുകയില്ല. അവിടുത്തോട് തുടർന്ന് സംസാരിക്കവേ അവൻ പറഞ്ഞു, ഒരുപക്ഷെ അവിടെ 40 പേരെ മാത്രമേ കണ്ടെത്തുന്നുള്ളൂ എങ്കിലോ? അവിടുന്ന് അരുൾ ചെയ്തു, ആ 40-നെ പ്രതി ഞാനത് ചെയ്യുകയില്ല. അവൻ പറഞ്ഞു, എൻ്റെ യജമാനൻ കോപിക്കരുതേ, ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. ഒരുപക്ഷെ അവിടെ 30 പേരെ മാത്രമേ കണ്ടെത്തുന്നുള്ളൂ എങ്കിലോ? അവിടുന്ന് അരുൾ ചെയ്തു, അവിടെ ഞാൻ 30 പേരെ മാത്രമേ കണ്ടെത്തുന്നുള്ളൂവെങ്കിൽ ഞാനത് ചെയ്യുകയില്ല. അവൻ പറഞ്ഞു, ഇതാ ഞാൻ എൻ്റെ യജമാനനോട് സംസാരിക്കാൻ തുനിഞ്ഞല്ലോ. ഒരുപക്ഷെ 20 പേരെ മാത്രമേ അവിടെ കണ്ടെത്തുന്നുള്ളൂ എങ്കിലോ? അവിടുന്ന് അരുൾ ചെയ്തു, ആ 20 പേരെ പ്രതി ഞാൻ നശിപ്പിക്കുകയില്ല. അവൻ പറഞ്ഞു, എൻ്റെ യജമാനൻ കോപിക്കരുതേ, ഈ ഒരു പ്രാവശ്യം കൂടി ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. ഒരുപക്ഷെ 10 പേരെ മാത്രമേ അവിടെ കണ്ടെത്തുന്നുള്ളൂ എങ്കിലോ? അവിടുന്ന് അരുൾ ചെയ്തു, ആ 10 പേരെ പ്രതി ഞാൻ നശിപ്പിക്കുകയില്ല. അബ്രാഹത്തോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ കർത്താവ് യാത്രയായി. അബ്രാഹവും സ്വസ്ഥാനത്തേക്ക് മടങ്ങി. ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായം. വൈകുന്നേരം 2 ദൂതന്മാർ സോദോമിലെത്തി. ലോത്ത് നഗരവാതിൽക്കൽ ഇരിക്കുകയായിരുന്നു. അവരെ കണ്ടപ്പോൾ ലോത്ത് എതിരേൽക്കാനായി എഴുന്നേറ്റ് നിലം പറ്റി മുഖം താഴ്ത്തി വണങ്ങി. അവൻ പറഞ്ഞു, എൻ്റെ യജമാനന്മാരെ, ഇതാ നിങ്ങളുടെ ദാസന്റെ വീട്ടിലേക്ക് വന്ന് രാപാർത്താലും നിങ്ങളുടെ കാലുകൾ കഴുകിയാലും, എന്നിട്ട് രാവിലെ എഴുന്നേറ്റ് നിങ്ങളുടെ വഴിക്ക് പോകാം. അപ്പോൾ അവർ പറഞ്ഞു, വേണ്ട, ഞങ്ങൾ തെരുവിൽ രാത്രി കഴിച്ചുകൊള്ളാം. എന്നാൽ അവൻ ഏറെ നിർബന്ധിച്ചപ്പോൾ അവർ അവന്റെ നേരെ തിരിഞ്ഞ് അവന്റെ വീട്ടിലേക്ക് ചെന്നു. അവൻ അവർക്ക് വിരുന്നൊരുക്കി. പുളിപ്പില്ലാത്ത അപ്പവും ചുട്ടു. അവർ ഭക്ഷിച്ചു. അവർ കിടക്കും മുമ്പേ നഗരത്തിലെ ആളുകൾ, യുവാക്കന്മാർ മുതൽ വൃദ്ധന്മാർ വരെ, അവസാനത്തെ ആൾ ഉൾപ്പെടെ സോദോമിലുള്ള എല്ലാ പുരുഷന്മാരും കൂടി ആ വീട് വളഞ്ഞു. അവർ ലോത്തിനെ വിളിച്ച് അവനോട് ചോദിച്ചു, ഈ രാത്രി നിന്റെ അടുക്കൽ വന്ന ആളുകൾ എവിടെ? ഞങ്ങൾ അവരുമായി രമിക്കേണ്ടതിന് അവരെ ഞങ്ങളുടെ അടുത്ത് പുറത്തു കൊണ്ടുവരിക. ലോത്ത് അവരുടെ അടുത്ത് വാതിൽക്കലേക്ക് ചെന്നു. അവൻ പുറത്തു കടന്ന് കതകടച്ചു. അവൻ പറഞ്ഞു, അരുത്, എൻ്റെ സഹോദരരെ തിന്മ ചെയ്യരുത്. നോക്കൂ, പുരുഷനെ അറിയാത്ത 2 പെൺമക്കൾ എനിക്കുണ്ട്. ഞാൻ അവരെ നിങ്ങളുടെ പക്കലേക്ക് പുറത്തു കൊണ്ടുവരാം. നിങ്ങൾക്കിഷ്ടമുള്ളതുപോലെ അവരോട് ചെയ്തു കൊള്ളുക. പക്ഷേ ഈ ആളുകളോട് മാത്രം ഒന്നും ചെയ്യരുത്. എന്തെന്നാൽ അവർ എൻ്റെ മേൽക്കൂരയുടെ തണലിൽ വന്നവരാണ്. അവർ അലറി, മാറി നിൽക്കൂ. തുടർന്ന് അവർ പറഞ്ഞു, വിപ്രവാസത്തിന് വന്നവൻ ന്യായം വിധിക്കാൻ മുതിരുന്നുവോ? ഇപ്പോൾ അവരോടെന്നതിനേക്കാൾ മോശമായി നിന്നോട് ഞങ്ങൾ പെരുമാറും. അവർ ലോത്തിനെ ശക്തിയോടെ തള്ളി വാതിൽ തല്ലിപ്പൊളിക്കാൻ അടുത്തു ചെന്നു. അപ്പോൾ ആ അതിഥികൾ തങ്ങളുടെ കൈനീട്ടി ലോത്തിനെ അടുത്തേക്ക് വലിച്ച് വീടിനുള്ളിലാക്കി വാതിലടച്ചു. എന്നിട്ട് അവർ വീട്ടുവാതിൽക്കൽ ഉണ്ടായിരുന്ന ആ പുരുഷന്മാരെ, ചെറിയവൻ മുതൽ വലിയവൻ വരെ അന്ധതയാൽ പ്രഹരിച്ചു. അവർ വാതിൽ കണ്ടെത്താതെ വലഞ്ഞു. ആ അതിഥികൾ ലോത്തിനോട് ആരാഞ്ഞു, ഇവിടെ നിനക്ക് സ്വന്തക്കാർ വേറെയുണ്ടോ? മരുമകനോ നിന്റെ പുത്രന്മാരോ പുത്രിമാരോ ആരുമാകട്ടെ, ഈ നഗരത്തിൽ നിനക്കുള്ളവരെ ഈ പ്രദേശത്ത് നിന്ന് പുറത്തു കൊണ്ടുപോകുവേൻ. എന്തെന്നാൽ ഈ പ്രദേശം ഞങ്ങൾ നശിപ്പിക്കാൻ പോകുകയാണ്. കർത്താവിന്റെ മുമ്പിൽ അവയുടെ രോദനം വലുതാകയാൽ ഇവിടം നശിപ്പിക്കാൻ കർത്താവ് ഞങ്ങളെ അയച്ചിരിക്കുന്നു. ലോത്ത് പുറത്തു ചെന്ന് തന്റെ പുത്രിമാരെ വിവാഹം ചെയ്യാനിരുന്ന തന്റെ മരുമക്കളെ കാര്യമറിയിച്ചു. അവൻ പറഞ്ഞു, എഴുന്നേറ്റ് ഇവിടം വിടുവിൻ. എന്തെന്നാൽ കർത്താവ് ഈ നഗരം നശിപ്പിക്കാൻ പോകുകയാണ്. എന്നാൽ അവരുടെ മരുമക്കളുടെ ദൃഷ്ടിയിൽ അതൊരു തമാശ പോലെയായിരുന്നു.
നേരം പുലർന്നപ്പോൾ ദൂതന്മാർ ലോത്തിനോട് നിർബന്ധിച്ചു പറഞ്ഞു, എഴുന്നേൽക്കൂ, നിന്റെ ഭാര്യയെയും ഇപ്പോഴുള്ള നിന്റെ 2 പെൺമക്കളെയും കൂടെ കൂട്ടുക, അല്ലെങ്കിൽ നഗരത്തിന്റെ ശിക്ഷയിൽ നീയും തുടച്ചു നീക്കപ്പെടും. എന്നാൽ മടിച്ചു നിന്നപ്പോൾ അയാളോടുള്ള കർത്താവിന്റെ അനുകമ്പ കൊണ്ട് ആ ആളുകൾ അയാളുടെ കയ്യിലും ഭാര്യയുടെ കയ്യിലും 2 പുത്രിമാരുടെ കയ്യിലും മുറുകെ പിടിച്ച് അയാളെ നഗരത്തിന് പുറത്ത് കൊണ്ടുവിട്ടു. അവരെ പുറത്തു കൊണ്ടു ചെന്നാക്കുമ്പോൾ അവൻ പറഞ്ഞു, നിന്റെ പ്രാണനെ പ്രതി തിടുക്കം കൂട്ടുക, നിന്റെ പിന്നിലേക്ക് നോക്കരുത്, സമതലത്തിൽ ഒരിടത്തും നിൽക്കരുത്, മലയിലേക്ക് ഓടി രക്ഷപ്പെടുക, അല്ലെങ്കിൽ നീ തുടച്ചു നീക്കപ്പെടും. ലോത്ത് അവരോട് പറഞ്ഞു, എന്റെ യജമാനന്മാരെ, അരുതേ. ഇതാ, അങ്ങയുടെ ദാസൻ ഇപ്പോൾ അങ്ങയുടെ ദൃഷ്ടികളിൽ പ്രീതി കണ്ടെത്തിയിരിക്കുകയാണല്ലോ. മാത്രമല്ല, എന്റെ ജീവൻ സംരക്ഷിക്കാൻ എന്നോട് അങ്ങ് ചെയ്ത കാരുണ്യം അങ്ങ് വിശാലമാക്കുകയും ചെയ്തിരിക്കുന്നു. എന്നാൽ ആപത്ത് എന്നെ പിടികൂടി ഞാൻ മരിക്കാതിരിക്കേണ്ടതിന് മലയിലേക്ക് ഓടി രക്ഷപ്പെടാൻ എനിക്ക് സാധിക്കുകയില്ല. നോക്കൂ, ആ പട്ടണം ഓടിയെത്താൻ മാത്രം സമീപസ്ഥമാണ്, അത് ചെറുതുമാണ്. ഞാൻ അങ്ങോട്ട് ഓടി രക്ഷപ്പെട്ടു കൊള്ളട്ടെ, അത് ചെറുതാണല്ലോ, അങ്ങനെ എന്റെ ജീവൻ നിലനിൽക്കട്ടെ. അവൻ അയാളോട് പറഞ്ഞു, ശരി, അക്കാര്യവും ഞാൻ അംഗീകരിക്കുന്നു. നീ പറഞ്ഞ പട്ടണം നശിപ്പിക്കുന്നത് ഞാൻ ഒഴിവാക്കിയിരിക്കുന്നു. വേഗമാവട്ടെ, അങ്ങോട്ട് ഓടി രക്ഷപ്പെടുക. നീ അവിടെ എത്തും വരെ എനിക്കൊന്നും ചെയ്യാനാവില്ലല്ലോ. അങ്ങനെ ആ പട്ടണത്തിന് സോവാർ എന്ന പേരുണ്ടായി. ലോത്ത് സോവാറിൽ എത്തിയപ്പോഴേക്കും ഭൂമിയുടെ മേൽ സൂര്യൻ ഉദിച്ചിരുന്നു. കർത്താവ് സോതോമിന്റെ മേലും ഗൊമോറയുടെ മേലും ആകാശത്തിൽ നിന്ന് കർത്താവിന്റെ പക്കൽ നിന്ന് ഗന്ധകവും അഗ്നിയും വർഷിച്ചു. ആ പട്ടണങ്ങളെയും സമതലം മുഴുവനെയും പട്ടണവാസികളേവരെയും മണ്ണിൽ മുളച്ചവയെയും അവിടുന്ന് ഉന്മൂലനം ചെയ്തു. അയാളുടെ ഭാര്യ പിന്നിൽ നിന്ന് തിരിഞ്ഞു നോക്കി, അവൾ ഒരു ഉപ്പുതൂണാവുകയും ചെയ്തു. അബ്രാഹാം അതിരാവിലെ എഴുന്നേറ്റ് കർത്താവിന്റെ മുമ്പിൽ താൻ നിന്ന സ്ഥലത്തേക്ക് ചെന്നു. അവൻ സോതോമിന്റെയും ഗൊമോറായുടെയും സമതല പ്രദേശം മുഴുവന്റെയും നേർക്ക് താഴേക്ക് നോക്കി. ഇതാ, തീച്ചൂളയിലെ പുകയെന്ന പോലെ ആ പ്രദേശത്ത് നിന്നെല്ലാം പുക ഉയരുന്നത് അവൻ കണ്ടു. ദൈവം സമതല പ്രദേശങ്ങളിലെ നഗരങ്ങൾ നശിപ്പിച്ചപ്പോൾ അബ്രാഹത്തെ ഓർത്തു. അതിനാൽ ലോത്ത് പാർത്തിരുന്ന നഗരങ്ങളെ ഉന്മൂലനം ചെയ്തപ്പോൾ വിനാശത്തിന്റെ നടുവിൽ നിന്ന് ദൈവം ലോത്തിനെ ഒഴിവാക്കി. സോവാറിൽ പാർക്കാൻ ഭയമായിരുന്നതുകൊണ്ട് ലോത്ത് സോവാറിൽ നിന്ന് മലയിൽ കയറി പാർത്തു. അവന്റെ 2 പുത്രിമാരും അവനോടൊപ്പം ഉണ്ടായിരുന്നു. അവനും അവന്റെ 2 പുത്രിമാരും ഒരു ഗുഹയിൽ പാർത്തു. മൂത്തവൾ ഇളയവളോട് പറഞ്ഞു, നമ്മുടെ പിതാവിന് പ്രായമായി, നാട്ടുനടപ്പനുസരിച്ച് നമ്മെ പ്രാപിക്കാൻ ഒരു പുരുഷനും ഭൂമിയിലില്ല. വരൂ, നമ്മുടെ പിതാവിനെ വീഞ്ഞു കുടിപ്പിച്ച് നമുക്ക് അവനോടൊന്നിച്ച് ശയിക്കാം. അങ്ങനെ നമുക്ക് നമ്മുടെ പിതാവിൽ നിന്ന് സന്തതിയെ നിലനിർത്താം. ആ രാത്രി അവർ തങ്ങളുടെ പിതാവിനെ വീഞ്ഞു കുടിപ്പിച്ചു. മൂത്തവൾ ചെന്ന് തന്റെ പിതാവിനോട് കൂടെ ശയിച്ചു. അവൾ കിടന്നപ്പോഴോ എഴുന്നേറ്റപ്പോഴോ അവൻ അറിഞ്ഞില്ല. പിറ്റേന്ന് മൂത്തവൾ ഇളയവളോട് പറഞ്ഞു, നോക്കൂ, ഇന്നലെ ഞാൻ എന്റെ പിതാവിനോട് കൂടെ ശയിച്ചു. ഇന്ന് രാത്രിയും നമുക്കവനെ വീഞ്ഞു കുടിപ്പിക്കാം. എന്നിട്ട് നീ ചെന്ന് അവനോട് കൂടെ ശയിക്കുക. അങ്ങനെ നമുക്ക് നമ്മുടെ പിതാവിൽ നിന്ന് സന്തതിയെ നിലനിർത്താം. ആ രാത്രിയും അവർ തങ്ങളുടെ പിതാവിനെ വീഞ്ഞു കുടിപ്പിച്ചു. ഇളയവൾ എഴുന്നേറ്റ് അവനോട് കൂടെ ശയിച്ചു. അവൾ കിടന്നപ്പോഴോ എഴുന്നേറ്റപ്പോഴോ അവൻ അറിഞ്ഞില്ല. അങ്ങനെ ലോത്തിന്റെ 2 പുത്രിമാരും തങ്ങളുടെ പിതാവിൽ നിന്ന് ഗർഭം ധരിച്ചു. മൂത്തവൾ ഒരു പുത്രനെ പ്രസവിച്ചു. അവൾ മൊവാബ് എന്ന് അവന് പേരിട്ടു. ഇന്നുവരെയും അവനെയാണ് മൊവാബുകാരുടെ പിതാവായി കരുതുന്നത്. ഇളയവളും ഒരു പുത്രനെ പ്രസവിച്ചു. അവൾ അവന് ബെൻ അമ്മി എന്ന് പേരിട്ടു. ഇന്നുവരെയും അവനെയാണ് അമ്മോന്യരുടെ പിതാവായി കരുതുന്നത്. 18-ാം സങ്കീർത്തനം. അവൻ പറഞ്ഞു, എന്റെ ബലമായ കർത്താവെ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. കർത്താവാണ് എന്റെ ശിലയും എന്റെ ദുർഗവും എന്റെ വിമോചകനും, ഞാൻ അഭയം തേടുന്നവനായ എന്റെ തമ്പുരാനും, എന്റെ പാറയും എന്റെ പരിചയും എന്റെ രക്ഷയുടെ കൊമ്പും എന്റെ കോട്ടയും.
സ്തുത്യനായ കർത്താവിനെ ഞാൻ വിളിച്ചപേക്ഷിച്ചു. എൻ്റെ ശത്രുക്കളിൽ നിന്ന് ഞാൻ രക്ഷിക്കപ്പെട്ടു. മരണപാശങ്ങൾ എന്നെ വരിഞ്ഞു. വിനാശത്തിന്റെ പ്രവാഹങ്ങൾ എന്നെ കീഴ്പ്പെടുത്തി. പാതാളപാശങ്ങൾ എന്നെ ചുറ്റി. മരണക്കുരുക്കുകൾ എന്നെ നേരിട്ടു. എൻ്റെ കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. എൻ്റെ ദൈവത്തോട് ഞാൻ സഹായത്തിനായി കേണു. തൻ്റെ ആലയത്തിൽ നിന്ന് അവിടുന്ന് എൻ്റെ സ്വരം കേട്ടു. തിരുമുമ്പിലെ എൻ്റെ നിലവിളി അവിടുത്തെ കാതുകളിലെത്തി. ഭൂമി കുലുങ്ങി വിറച്ചു. മലകളുടെ അടിസ്ഥാനങ്ങൾ ക്ഷോഭിച്ചു. അവിടുത്തേക്ക് കോപമുണ്ടായതിനാൽ അവ കുലുങ്ങി. അവിടുത്തെ നാസികയിലൂടെ ധൂപമുയർന്നു. അവിടുത്തെ വായിൽ നിന്ന് അഗ്നി കത്തിപ്പടർന്നു. അവിടുന്ന് നിന്ന് കനലുകൾ ആളിക്കത്തി. ആകാശങ്ങൾ ചായച്ച് അവിടുന്ന് ഇറങ്ങി വന്നു. അവിടുത്തെ കാലുകൾക്കു കീഴെ കാർമേഘമായിരുന്നു. കെരൂബിന്മേൽ സവാരി ചെയ്ത് അവിടുന്ന് പറന്നു. കാറ്റിന്റെ ചിറകുകളിൽ അവിടുന്ന് ചീറിപ്പാഞ്ഞു. അവിടുന്ന് തനിക്ക് ചുറ്റും ആവരണമായി അന്ധകാര പന്തൽ ചമച്ചു. ജലനിബിഡമായ വാനമേഘങ്ങൾ. തിരുമുമ്പിലെ തേജസ്സിൽ നിന്ന് കന്മഴയും തീക്കനലുകളും മേഘങ്ങൾ ഭേദിച്ചു. കർത്താവ് ആകാശങ്ങളിൽ ഇടിമുഴക്കി. അത്യുന്നതൻ തന്റെ ശബ്ദം പുറപ്പെടുവിച്ചു. കന്മഴയും തീക്കനലുകളും. അവിടുന്ന് അമ്പുകളയച്ച് അവരെ ചിതറിച്ചു. മിന്നൽ പിണറുകൾ വർദ്ധിപ്പിച്ച് അവരെ പായിച്ചു. കർത്താവെ, അങ്ങയുടെ ശാസനത്താൽ, അങ്ങേ നാസികയുടെ നിശ്വാസവായുവാൽ സമുദ്രത്തിന്റെ ഉൾച്ചാലുകൾ ദൃശ്യമായി. ഉലകത്തിന്റെ അടിത്തറകൾ അനാവൃതമായി. ഉന്നതത്തിൽ നിന്ന് കൈനീട്ടി അവിടുന്ന് എന്നെ എടുത്തു. പെരുവെള്ളത്തിൽ നിന്ന് അവിടുന്ന് എന്നെ പൊക്കിയെടുത്തു. എന്റെ ബലിഷ്ഠ ശത്രുവിൽ നിന്നും എന്റെ വിദ്വേഷകരിൽ നിന്നും അവിടുന്ന് എന്നെ മോചിപ്പിച്ചു. എന്തെന്നാൽ അവർ എന്നേക്കാൾ ശക്തരായിരുന്നു. എന്റെ ദുർദിനത്തിൽ അവർ എന്നെ എതിരിട്ടു. എന്നാൽ കർത്താവ് എനിക്ക് ആലംബമായി തീർന്നു. അവിടുന്ന് എന്നെ വിശാല സ്ഥലത്തേക്ക് ആനയിച്ചു. എന്നിൽ പ്രസാദിച്ചതിനാൽ എന്നെ വിടുവിച്ചു. എന്റെ നീതിക്കൊത്തവിധം കർത്താവ് എനിക്ക് പ്രതിഫലം നൽകി. എന്റെ കൈകളുടെ നിർമ്മലതയ്ക്ക് ചേർന്ന വിധം എനിക്ക് പകരം തന്നു. എന്തെന്നാൽ കർത്താവിന്റെ വഴികൾ ഞാൻ കാത്തു സൂക്ഷിച്ചു. എന്റെ ദൈവത്തിൽ നിന്ന് ഞാൻ തിന്മ ചെയ്ത് അകന്നില്ല. എന്തെന്നാൽ അവിടുത്തെ ന്യായവിധിയെല്ലാം എന്റെ മുമ്പിൽ ഉണ്ടായിരുന്നു. അവിടുത്തെ ചട്ടങ്ങളിൽ നിന്ന് ഞാൻ വ്യതിചലിച്ചില്ല. അവിടുത്തെ മുമ്പിൽ ഞാൻ തികവുറ്റവനായിരുന്നു. കുറ്റത്തിൽ നിന്ന് ഞാൻ സ്വയം കാത്തു സൂക്ഷിച്ചു. എന്റെ നീതിക്കൊത്ത് അവിടുത്തെ കൺമുമ്പിൽ എന്റെ കൈകളുടെ നിഷ്കളങ്കതയ്ക്കൊത്ത് കർത്താവ് എനിക്ക് പകരം തന്നു. കരുണയുള്ളവനോട് അങ്ങ് കാരുണ്യം കാട്ടുന്നു. തികവുറ്റ മനുഷ്യനോട് അങ്ങ് തികവോടെ പെരുമാറുന്നു. നിർമ്മലനോട് അങ്ങ് നൈർമല്യം പുലർത്തുന്നു. വക്രബുദ്ധിയോട് അങ്ങ് കുശാഗ്രബുദ്ധി കാട്ടുന്നു. എളിയ ജനത്തെ അങ്ങ് തീർച്ചയായും രക്ഷിക്കുന്നു. ഗർവിഷ്ഠ നയനങ്ങളെ അങ്ങ് താഴ്ത്തുന്നു. കർത്താവെ, അങ്ങ് തീർച്ചയായും എന്റെ ദീപം തെളിക്കുന്നു. എന്റെ ദൈവം എന്റെ അന്ധകാരം ദീപ്തമാക്കുന്നു. തീർച്ചയായും അങ്ങ് മുഖേന ഞാൻ സൈന്യനിര ഭേദിക്കും. എന്റെ ദൈവം മുഖേന ഞാൻ കോട്ട ചാടിക്കടക്കും. തമ്പുരാന്റെ വഴി പരിപൂർണമാണ്. കർത്താവിന്റെ വചസ്സ് അഗ്നിശുദ്ധി ചെയ്യപ്പെട്ടതാണ്. തന്നിൽ ആശ്രയിക്കുന്ന എല്ലാവർക്കും അവിടുന്ന് പരിചയാണ്. എന്തെന്നാൽ കർത്താവല്ലാതെ ആരാണ് ദൈവം? നമ്മുടെ ദൈവമല്ലാതെ മറ്റാരാണ് ശില? ശക്തി കൊണ്ട് എന്നെ അരമുറുക്കുന്ന തമ്പുരാൻ, അവിടുന്ന് എന്റെ മാർഗം തികവുറ്റതാക്കുന്നു. അവിടുന്ന് എന്റെ കാലുകൾ മാൻപേടകളുടേതിന് സമമാക്കി. എന്റെ ഉന്നത ഇടങ്ങളിൽ എന്നെ നിർത്തി. എന്റെ കൈകളെ അവിടുന്ന് യുദ്ധത്തിനായി പരിശീലിപ്പിച്ചു. എന്റെ കരങ്ങളാൽ അവിടുന്ന് പിച്ചളവില്ല് കുലപ്പിച്ചു. അങ്ങേ രക്ഷയുടെ പരിച അങ്ങ് എനിക്ക് നൽകിയിരിക്കുന്നു. അങ്ങയുടെ ദീനദയാലുത്വം എന്നെ വലിയവനാക്കി. അങ്ങേ വലത്തുകൈ എന്നെ താങ്ങി നിർത്തി. എന്റെ കാലടിപ്പാത അങ്ങ് വിശാലമാക്കി. എന്റെ കാലിണകൾ വഴുതിയില്ല. എന്റെ ശത്രുക്കളെ ഞാൻ പിന്തുടർന്ന് പിടിച്ചു. അവരെ സംഹരിക്കുവോളം ഞാൻ പിൻവാങ്ങിയില്ല. എഴുന്നേൽക്കാനാകാത്ത വിധം അവരെ ഞാൻ തകർത്തു. അവർ എന്റെ കാൽക്കീഴിൽ നിബദിച്ചു. യുദ്ധത്തിനായി അങ്ങ് എന്നെ ശക്തി കൊണ്ട് അരമുറക്കി.
എന്റെ പ്രതിയോഗികളെ എനിക്കു കീഴിൽ മുട്ടുകുത്തിച്ചു. എന്റെ ശത്രുക്കൾ പിന്തിരിഞ്ഞോടാൻ അങ്ങ് ഇടയാക്കി. എന്നെ വെറുക്കുന്നവരായതിനാൽ അവരെ ഞാൻ നശിപ്പിച്ചു. അവർ സഹായത്തിനായി കേണു, എന്നാൽ അവർക്ക് രക്ഷകൻ ഇല്ലായിരുന്നു. കർത്താവിനോടും കേണു, എന്നാൽ അവിടുന്ന് അവർക്ക് ഉത്തരമേകിയില്ല. കാറ്റിന്റെ മുമ്പിൽ പൂഴിയെന്ന പോലെ ഞാൻ അവരെ പൊടിച്ചു. തെരുവുകളിലെ ചളി പോലെ അവരെ കോരിക്കളഞ്ഞു. ജനത്തിന്റെ കലഹങ്ങളിൽ നിന്ന് അങ്ങ് എന്നെ മോചിപ്പിച്ചു. ജനതകളുടെ തലവനായി അങ്ങ് എന്നെ നിയോഗിച്ചു. എനിക്ക് അപരിചിതമായ ജനം എന്നെ സേവിച്ചു. കേട്ട മാത്രയിൽ അവർ എന്നെ അനുസരിച്ചു. വിദേശീയർ എന്നോട് അതിവിനയം കാട്ടി. വിദേശീയർക്ക് ധൈര്യമറ്റു. തങ്ങളുടെ കോട്ടകളിൽ നിന്ന് അവർ വിറപ്പൂണ്ട് പുറത്തു വന്നു. കർത്താവ് ജീവിക്കുന്നു, എന്റെ ശില വാഴ്ത്തപ്പെടട്ടെ. എന്റെ രക്ഷയുടെ ദൈവം ഉയർന്നു നിൽക്കട്ടെ. എനിക്ക് വേണ്ടി പകരം വീട്ടുന്ന ദൈവം ജനങ്ങളെ എനിക്ക് കീഴ്പ്പെടുത്തി. എന്റെ ശത്രുക്കളിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തി. അതെ, എന്റെ പ്രതിയോഗികളിൽ നിന്ന് അങ്ങ് എന്നെ ഉയർത്തി. അക്രമിയിൽ നിന്ന് അങ്ങ് എന്നെ വിമോചിപ്പിച്ചു. ആകയാൽ കർത്താവെ, ജനതകളുടെ മധ്യേ ഞാൻ അങ്ങേക്ക് കൃതജ്ഞതയർപ്പിക്കും. അങ്ങയുടെ നാമത്തിന് ഞാൻ കീർത്തനം ആലപിക്കും. തന്റെ രാജാവിന്റെ വിജയങ്ങൾ അവിടുന്ന് മഹത്വമുറ്റതാക്കുന്നു. തന്റെ അഭിഷിക്തന് അവിടുന്ന് കരുണ ചെയ്യുന്നു. എന്നേക്കും ദാവീദിനും അവന്റെ സന്തതിക്കും തന്നെ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 14-ാം അധ്യായം. അക്കാലത്ത് സാമന്ത രാജാവായ ഹെരോദസ് യേശുവിന്റെ കീർത്തിയെപ്പറ്റി കേട്ട് തന്റെ സേവകന്മാരോട് പറഞ്ഞു, ഇവൻ സ്നാപക യോഹന്നാനാണ്. മരിച്ചവരിൽ നിന്ന് അവൻ ഉദ്ധിതനായിരിക്കുന്നു. അതുകൊണ്ടാണ് ഈ ശക്തി ഇവനിൽ പ്രവർത്തിക്കുന്നത്. ഹെരോദസ് യോഹന്നാനെ ബന്ധിച്ച് കാരാഗൃഹത്തിൽ അടച്ചിരുന്നു. സ്വന്തം സഹോദരനായ പീലിപ്പോസിന്റെ ഭാര്യ ഹെരോദിയ നിമിത്തമാണ് അവൻ ഇത് ചെയ്തത്. എന്തെന്നാൽ യോഹന്നാൻ അവനോട് പറഞ്ഞിരുന്നു, അവളെ നീ സ്വന്തമാക്കുന്നത് നിയമാനുസൃതമല്ല. ഹെരോദോസിന് അവനെ വധിക്കണമെന്നുണ്ടായിരുന്നു. എങ്കിലും അവൻ ജനങ്ങളെ ഭയപ്പെട്ടു. എന്തെന്നാൽ അവർ യോഹന്നാനെ പ്രവാചകനായി പരിഗണിച്ചിരുന്നു. ഹെരോദോസിന്റെ ജന്മദിനത്തിൽ ഹെരോദിയായുടെ പുത്രി രാജസദസ്സിൽ നൃത്തം ചെയ്ത് അവനെ സന്തോഷിപ്പിച്ചു. തന്മൂലം അവൾ ചോദിക്കുന്നതെന്തും നൽകാമെന്ന് രാജാവ് അവളോട് ആണയിട്ട് വാഗ്ദാനം ചെയ്തു. അവൾ അമ്മയുടെ നിർബന്ധത്താൽ പറഞ്ഞു, സ്നാപക യോഹന്നാന്റെ ശിരസ് ഒരു തളികയിൽ വെച്ച് എനിക്ക് തരുക. രാജാവ് ദുഃഖിതനായി. എങ്കിലും തന്റെ ശബ്ദത്തെയും അതിഥികളെയും പരിഗണിച്ച് അത് അവൾക്ക് നൽകാൻ അവൻ ആജ്ഞാപിച്ചു. അവൻ കാരാഗൃഹത്തിൽ ആളെ അയച്ച് യോഹന്നാന്റെ തല വെട്ടിയെടുത്തു. അതൊരു തളികയിൽ വെച്ച് പെൺകുട്ടിക്കു നൽകി. അവൾ അത് അമ്മയുടെ അടുത്തേക്ക് കൊണ്ടുപോയി. അവന്റെ ശിഷ്യർ ചെന്ന് മൃതശരീരമെടുത്ത് സംസ്കരിച്ചു. അനന്തരം അവർ പോയി യേശുവിനെ വിവരമറിയിച്ചു. യേശു ഇത് കേട്ട് അവിടെ നിന്ന് പിൻവാങ്ങി വഞ്ചിയിൽ കയറി തനിച്ച് ഒരു വിജന സ്ഥലത്തേക്ക് പോയി. ഇതറിഞ്ഞ ജനക്കൂട്ടം പട്ടണങ്ങളിൽ നിന്ന് കരമാർഗം അവനെ പിന്തുടർന്നു. അവൻ കരക്കിറങ്ങിയപ്പോൾ വലിയ ഒരു ജനക്കൂട്ടത്തെ കണ്ടു. അവരോട് അവന് അനുകമ്പ തോന്നി. അവരുടെ ഇടയിലെ രോഗികളെ അവൻ സുഖപ്പെടുത്തി. സായാഹ്നമായപ്പോൾ ശിഷ്യന്മാർ അവനെ സമീപിച്ചു പറഞ്ഞു, ഇതൊരു വിജന സ്ഥലമാണ്, നേരം വൈകിയുമിരിക്കുന്നു. ഗ്രാമങ്ങളിൽ പോയി തങ്ങൾക്ക് ഭക്ഷണം വാങ്ങാൻ ഈ ജനക്കൂട്ടത്തെ പറഞ്ഞയക്കുക. എന്നാൽ യേശു പറഞ്ഞു, അവർ പോകേണ്ട ആവശ്യമില്ല, നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കുവിൻ. അവർ പറഞ്ഞു, 5 അപ്പവും 2 മത്സ്യവുമല്ലാതെ ഞങ്ങൾക്ക് ഇവിടെ ഒന്നുമില്ല. അപ്പോൾ അവൻ പറഞ്ഞു, അത് എൻ്റെ അടുത്ത് കൊണ്ടുവരിക. അവൻ ജനക്കൂട്ടത്തോട് പുൽത്തകിടിയിൽ ഇരിക്കാൻ കൽപ്പിച്ച ശേഷം ആ 5 അപ്പവും 2 മത്സ്യവും എടുത്ത് സ്വർഗത്തിലേക്ക് നോക്കി വാഴ്ത്തി മുറിച്ച് ശിഷ്യന്മാരെ ഏൽപ്പിച്ചു. അവർ അത് ജനങ്ങൾക്ക് വിളമ്പി. അവരെല്ലാവരും ഭക്ഷിച്ച് തൃപ്തരായി. ബാക്കി വന്ന കഷ്ണങ്ങൾ 12 കുട്ട നിറയെ അവർ ശേഖരിച്ചു. ഭക്ഷിച്ചവർ സ്ത്രീകളും കുട്ടികളും ഒഴികെ 5000-ഓളം പുരുഷന്മാർ ആയിരുന്നു. ജനക്കൂട്ടത്തെ പറഞ്ഞുവിടുന്നതിനിടയിൽ തനിക്ക് മുമ്പേ വഞ്ചിയിൽ കയറി ഉടനെ മറുകരയ്ക്ക് പോകാൻ അവൻ ശിഷ്യന്മാരെ നിർബന്ധിച്ചു.
അവൻ ജനക്കൂട്ടത്തെ പിരിച്ചുവിട്ട ശേഷം ഏകാന്തതയിൽ പ്രാർത്ഥിക്കാൻ മലയിലേക്ക് കയറി. സായാഹ്നമായപ്പോഴും അവൻ അവിടെ തനിയെയായിരുന്നു. ഇതിനിടെ വഞ്ചി കരയിൽ നിന്ന് ഏറെ അകലെയായി കഴിഞ്ഞിരുന്നു. കാറ്റ് പ്രതികൂലമായിരുന്നതിനാൽ തിരമാലകളിൽപ്പെട്ട് അത് വല്ലാതെ ഉലഞ്ഞു. രാത്രിയുടെ 4-ാം യാമത്തിൽ അവൻ കടലിനു മീതെ നടന്ന് അവരുടെ അടുത്തേക്ക് ചെന്നു. അവൻ കടലിനു മീതെ നടക്കുന്നത് കണ്ട് ശിഷ്യന്മാർ പരിഭ്രാന്തരായി, ഇതാ ഭൂതം എന്ന് പറഞ്ഞ് ഭയം നിമിത്തം നിലവിളിച്ചു. ഉടനെ അവൻ അവരോട് സംസാരിച്ചു, ധൈര്യത്തോടെ ഇരിക്കുവിൻ, ഞാനാണ്, ഭയപ്പെടേണ്ട. പത്രോസ് അവനോട് പറഞ്ഞു, കർത്താവേ, അങ്ങാണെങ്കിൽ ഞാൻ ജലത്തിന് മീതെ കൂടി അങ്ങയുടെ അടുത്തേക്ക് വരാൻ എന്നോട് കൽപ്പിക്കുക. വരൂ, അവൻ പറഞ്ഞു. പത്രോസ് വഞ്ചിയിൽ നിന്നിറങ്ങി വെള്ളത്തിന് മുകളിലൂടെ നടന്ന് യേശുവിന്റെ അടുത്തേക്ക് ചെന്നു. എന്നാൽ ശക്തമായ കാറ്റു കണ്ട് അവൻ ഭയന്നു. ജലത്തിൽ മുങ്ങിത്താഴാൻ തുടങ്ങിയപ്പോൾ അവൻ നിലവിളിച്ചു പറഞ്ഞു, കർത്താവേ, എന്നെ രക്ഷിക്കണമേ. ഉടനെ യേശു കൈനീട്ടി അവനെ പിടിച്ചുകൊണ്ട് ചോദിച്ചു, അല്പവിശ്വാസി, നീ എന്തുകൊണ്ട് സംശയിച്ചു? അവർ വഞ്ചിയിൽ കയറിയപ്പോൾ കാറ്റ് ശമിച്ചു. വഞ്ചിയിലുണ്ടായിരുന്നവർ അവനെ ആരാധിച്ചുകൊണ്ട്, സത്യമായും നീ ദൈവപുത്രനാണ് എന്ന് പറഞ്ഞു. അനന്തരം അവർ അക്കരയ്ക്കു കടന്ന് ഗനേസരത്ത് പ്രദേശത്തെത്തി. ആ സ്ഥലത്തെ ആളുകൾ അവനെ തിരിച്ചറിഞ്ഞ് ചുറ്റുമുള്ള പ്രദേശങ്ങളിലെല്ലാം ആളെ അയച്ച് സകല രോഗികളെയും അവന്റെ അടുത്ത് കൊണ്ടുവന്നു. അവന്റെ വസ്ത്രത്തിന്റെ വിളുമ്പിലെങ്കിലും തൊടട്ടെ എന്ന് അവർ അവനോട് യാചിച്ചു കൊണ്ടിരുന്നു. സ്പർശിച്ചവരെല്ലാം സുഖം പ്രാപിക്കുകയും ചെയ്തു. ദൈവവചനമേ, നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ